നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള പ്രമുഖർ ഇന്ന് വിവിധ കേന്ദ്രങ്ങളിൽ വരണാധികാരി മുമ്പാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. രാവിലെ 11:30 വികാസ് ഭവനിലെ ലേബർ ഓഫീസിലെത്തി വരണാധികാരി മുൻപാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. കോർപ്പറേഷൻ ഓഫീസ് പരിസരത്ത് നിന്നും ആയിരക്കണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടെയാണ് പാർട്ടി അധ്യക്ഷൻ പത്രികാ സമർപ്പണത്തിനെത്തുന്നത്. അതിനിടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഇന്നും തിങ്കളാഴ്ചയും മാത്രം സമയം അവശേഷിക്കെ അടിയൊഴുക്കുകൾ ഏതൊക്കെ രൂപത്തിൽ വരുമെന്ന അങ്കലാപ്പിലാണ് പാർട്ടികൾ. അതേസമയം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനും 12 പ്രവൃത്തി ദിനങ്ങൾ പോലും തികച്ചു കിട്ടാത്തതിന്റെ അങ്കലാപ്പും പാർട്ടികൾക്കുണ്ട്. സ്വന്തം പാളയത്തിലെ കലഹങ്ങളും എതിർമുന്നണിയിലേക്കുള്ള ചുവടുമാറ്റവും വോട്ട് ചോർത്തുമോ എന്ന ആശങ്കയും ശക്തമാണ്. CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ PK ശ്യാമള മത്സരിക്കുന്ന തളിപ്പറമ്പിൽ പഴയ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK ഗോവിന്ദനെ നേരിടേണ്ടി വരുന്നത് സംസ്ഥാനത്ത് മൊത്തം എതിരാളികൾ ആയുധമാക്കുമെന്ന ആശങ്കയിലാണ് LDF. പരസ്യമായി പാർട്ടി MLAക്കെതിരെ രക്തസാക്ഷി ഫണ്ടിൽ തട്ടിപ്പ് നടത്തിയെന്ന ആരോപണം ഉന്നയിച്ച V. കുഞ്ഞികൃഷ്ണനും UDF പിന്തുണയിൽ രംഗത്തുണ്ട്. തങ്ങൾക്കെതിരെ നിൽക്കുന്ന പോരാളികൾക്ക് പഴയ സഖാക്കളുടെ നിഴൽഛായ ഉണ്ടാവുന്നതിലെ അങ്കലാപ്പ് ചെറുതല്ല. K. സുധാകരൻ വിഷയത്തിൽ നന്നായി വിയർത്തെങ്കിലും UDFന്റെ എല്ലാ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കാൻ കഴിഞ്ഞതിൽ ആശ്വസിക്കുകയാണ് കോൺഗ്രസ്. ഇന്നും നാളെയും സംസ്ഥാനത്തെ 8 ജില്ലകളിൽ കടുത്ത ചൂടിന് സാധ്യതയെന്ന് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ജനങ്ങൾ ജാഗ്രത പാലിക്കണം, മുൻകരുതലുകൾ എടുക്കണം. കോട്ടയം, കൊല്ലം, പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി വരെയും, തിരുവനന്തപുരം, ആലപ്പുഴ, പത്തനംതിട്ട, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. വാണിജ്യ ഗ്യാസ് സിലിണ്ടർ വിതരണം തിങ്കളാഴ്ച മുതൽ സാധാരണ നിലയിലേക്ക് എത്തുമെന്ന പ്രതീക്ഷ പാളി. ഹോട്ടലുകളെ മുൻഗണനാ പട്ടികയിൽ ഏർപ്പെടുത്തി സിലിണ്ടറുകൾ വിതരണം ചെയ്യുമെന്ന് സിവിൽ സപ്ലൈസ് കമ്മീഷണർ ഉറപ്പ് നൽകിയെങ്കിലും ഉത്തരവ് പുറത്തിറങ്ങിയില്ല. ഈ ഉറപ്പ് വിശ്വസിച്ച് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പ്രതിഷേധ സമരം മാറ്റിവെച്ചിരുന്നു. ഇന്ന് ഉത്തരവിറക്കി തുടർ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ സമരത്തിലേക്ക് കടക്കാനാണ് സംഘടനയുടെ തീരുമാനം. യുദ്ധ സാഹചര്യം കണക്കിലെടുത്ത് പശ്ചിമേഷ്യയിലെ 9 രാജ്യങ്ങളുടെ വ്യോമപാത DGCA വിലക്കിയതോടെ ഗൾഫ് മലയാളികൾ പ്രതിസന്ധിയിൽ. 28 വരെ ഇതുവഴി വിമാന സർവീസ് പാടില്ലെന്നാണ് ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷന്റെ നിർദ്ദേശം. ഈ മേഖലകളിലേക്കുള്ള വിമാന സർവീസുകൾ റദ്ദാക്കാനോ പുനഃക്രമീകരിക്കാനോ പാത മാറ്റാനോ സാധ്യതയുണ്ട്. ബഹ്റൈൻ, ഇറാൻ, ഇറാഖ്, ഇസ്രായേൽ, ജോർദാൻ, കുവൈറ്റ്, ലെബനൻ, ഖത്തർ, UAE വ്യോമപാതകൾ ഒഴിവാക്കണം. ഒമാൻ, സൗദി അറേബ്യ എന്നിവയ്ക്ക് മുകളിലൂടെയുള്ള വ്യോമപാതകളിൽ സഞ്ചരിക്കാൻ കർശന ഉപാധികളോടെ അനുമതി നൽകി. 9 വ്യോമപാതകളിലും ഹൈറിസ്ക് മേഖലയിലാണെന്നാണ് DGCയുടെ വിലയിരുത്തൽ. യാത്രക്കാരുടെയും വിമാന ജീവനക്കാരുടെയും സുരക്ഷയ്ക്കാണ് പ്രഥമ പരിഗണന. 7ാമത്തെ പ്രസവത്തിന് പിന്നാലെ യുവതി മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. പ്രസവത്തിന് ശേഷം യുവതിക്ക് അണുബാധയുണ്ടായിരുന്നെങ്കിലും ഭർത്താവ് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ തയ്യാറായില്ലെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. തൃശൂർ എടയ്ക്കകഴി സ്വദേശി മുഹസീനയാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. 37 വയസ്സായിരുന്നു. ഭർത്താവ് ഇബ്രാഹിം അക്യുപങ്ചറിസ്റ്റാണ്. ദമ്പതികൾക്ക് 7 മക്കളായിരുന്നു എന്ന് ബന്ധുവായ യുവാവ് പറഞ്ഞു. ഇതിൽ 2 കുഞ്ഞുങ്ങൾ മരിച്ചു. 3 വയസ്സുള്ള കുട്ടി ചികിത്സ ലഭിക്കാതെയാണ് മരിച്ചത്. 7ാമത്തെ പ്രസവത്തിൽ ജനിച്ച കുട്ടി 6 ദിവസത്തിന് ശേഷം മരണപ്പെടുകയായിരുന്നു. യുവതിയുടെ ശരീരം വ്രണം കൊണ്ട് പുഴുവരിച്ച നിലയിലായിരുന്നു. യുവതിയുടെ സ്വകാര്യ ഭാഗങ്ങളിലും ഗുരുതരമായ അവസ്ഥയിലായിരുന്നു. യുവതിയുടെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ ആരെയും പോലീസ് പ്രതി ചേർത്തിട്ടില്ല. രാജ്യാന്തര വിമാനത്താവളത്തിൽ സിംഗപ്പൂരിൽ നിന്നെത്തിയ യാത്രക്കാരിൽ നിന്ന് 1.86 കോടി രൂപ വില വരുന്ന ഹൈഡ്രോപോണിക് കഞ്ചാവ് കസ്റ്റംസ് പിടികൂടി. കണ്ണൂർ സ്വദേശിയായ ലിബിൻ ദാസിനെ അറസ്റ്റ് ചെയ്തു. ബാങ്കോക്കിൽ നിന്നെത്തിയ കൊല്ലം സ്വദേശി ആനന്ദ് ജയപ്രകാശിനും കേസിൽ പങ്കുണ്ടെന്ന് കസ്റ്റംസ് അറിയിച്ചു. കസ്റ്റംസിന്റെ കണ്ണുവെട്ടിക്കാൻ തന്റെ ബാഗേജ് കൈപ്പറ്റാൻ ലിബിനോട് ആനന്ദ് ആവശ്യപ്പെടുകയായിരുന്നു എന്നാണ് വിവരം. ഇരുവരും വുഹാൻ സർവകലാശാലയിൽ പഠിച്ച ഡോക്ടർമാരാണെന്നാണ് വിവരം. ലിബിൻ ദാസിനെ റിമാൻഡ് ചെയ്തു. പാലക്കാട് BJP ജയിപ്പിക്കാൻ CPMുമായി ഡീലുണ്ടായിരുന്നുവെന്ന് VD സതീശന്റെ ആരോപണത്തെ തള്ളി ശോഭാ സുരേന്ദ്രൻ. പാലക്കാട് ദുർബലനായ ആളെ സ്ഥാനാർത്ഥിയാക്കിയത് ഡീലിന്റെ ഭാഗമാണെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. പാലക്കാടിന് പകരം 10 സീറ്റിൽ BJP CPMനെ സഹായിക്കുമെന്നും സതീശൻ ആരോപിച്ചിരുന്നു. സതീശന്റെ പ്രസ്താവന കോൺഗ്രസിന്റെ പരാജയഭീതി മൂലമാണെന്നാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി G. സുധാകരൻ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ആലപ്പുഴ കളക്ടറേറ്റ് പരിസരത്ത് നിന്നും ജാഥയായി എത്തി ഉച്ചയ്ക്ക് 12:30ക്കും 1:30ക്കും ഇടയിലാണ് പത്രിക സമർപ്പണം. ശേഷം തീരദേശ റോഡ് വഴി റോഡ് ഷോയും നടത്തും. ഇതിനിടെ കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പരാമർശത്തിന് സുധാകരൻ മറുപടി നൽകി. സഖാവിനല്ല, ഒരു മനുഷ്യന് ചേരാത്ത വഞ്ചനയാണ് G. സുധാകരൻ കാട്ടിയതെന്നും
3 തവണ വിളിച്ചിട്ടും ഫോൺ എടുത്തില്ലെന്നുമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. എന്നാൽ തന്റെ ഫോണിലേക്ക് മുഖ്യമന്ത്രിയുടെ ഫോണിൽ നിന്ന് കോൾ വന്നിട്ടില്ലെന്നും CM എന്ന പേരിലാണ് ഫോണിൽ പിണറായി വിജയന്റെ നമ്പർ സേവ് ചെയ്തിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വെന്റിലേറ്ററിന് തീപിടിച്ച് അപകടമുണ്ടായപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിലെ സർജിക്കൽ ICUവിൽ നിന്ന് മാറ്റിയ രോഗി പിറ്റേന്ന് മരിച്ചു. ചെങ്കൽ കീഴ്ക്കൊല്ല കുഴിച്ചാണി നരിക്കോട്ടുവിള ശാന്തി ഭവനിൽ സനീഷാണ് മരിച്ചത്. 38 വയസ്സായിരുന്നു. 17 രാവിലെയാണ് മെഡിക്കൽ കോളേജിലെ സർജിക്കൽ ICUവിൽ വെന്റിലേറ്റർ പൊട്ടിത്തെറിച്ച് തീപിടുത്തമുണ്ടായത്. പൊട്ടിത്തെറിച്ച വെന്റിലേറ്റർ യൂണിറ്റ് ഉപയോഗിച്ചിരുന്നത് സനീഷിന് വേണ്ടിയാണെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. തീപിടുത്തമുണ്ടായ ദിവസം ചികിത്സയിലുണ്ടായിരുന്ന പിന്നീട് മരിച്ച 4 രോഗികളുടെ ബന്ധുക്കളും ആരോപണവുമായി രംഗത്തെത്തി. ഇതിൽ 2 പേരുടെ ബന്ധുക്കൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. തീപിടുത്തമാണ് മരണകാരണമെന്നാണ് ആരോപണം. ആരും പരാതി നൽകിയിട്ടില്ല. ചിലരുടെ കുടുംബം ഇന്ന് പരാതി നൽകിയേക്കാം. ഇന്ത്യൻ സിനിമ കാത്തിരുന്ന രൺവീർ സിംഗ് ചിത്രം ദുരന്തർ 2 ആഗോളതലത്തിൽ തരംഗമാകുന്നു. ആദിത്യ ധർ സംവിധാനം ചെയ്ത ഈ ആക്ഷൻ സ്പൈ ത്രില്ലർ 2026 മാർച്ച് 19 റിലീസ് ചെയ്തത്. റിലീസ് ദിനം തന്നെ 100 കോടി ക്ലബിൽ ഇടം പിടിക്കുന്ന ആദ്യ ബോളിവുഡ് ചിത്രം എന്ന റെക്കോർഡ് ദുരന്തർ സ്വന്തമാക്കി. ബുധനാഴ്ച നടന്ന പെയ്ഡ് പ്രിവ്യൂ ഷോകളിൽ നിന്നുള്ള കളക്ഷൻ ഉൾപ്പെടെ ഇന്ത്യയിലെ ആകെ കളക്ഷൻ 145.55 കോടി രൂപയാണ്. ഹിന്ദി സിനിമയിലെ ഏറ്റവും വലിയ ഓപ്പണിംഗ് എന്ന ഷാറുഖ് ഖാന്റെ ജവാൻ, പഠാൻ എന്നീ ചിത്രങ്ങളുടെ റെക്കോർഡുകളാണ് ദുരന്തർ 2 മറികടന്നത്. 3 മണിക്കൂർ 49 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു സ്പൈ ത്രില്ലർ ആയിട്ടുകൂടി പ്രേക്ഷകരിൽ നിന്ന് മികച്ച അഭിപ്രായമാണ് ചിത്രത്തിന് ലഭിക്കുന്നത്. കർണാടകയിലെ ഷിമോഗയിലുള്ള തവേരക്കൊപ്പ ലയൺ ആൻഡ് സഫാരി പാർക്കിൽ ചികിത്സ നൽകുന്നതിനിടെ ഹിപ്പോപ്പൊട്ടാമസിന്റെ ആക്രമണത്തിനിരയായി 26-കാരിയായ മൃഗഡോക്ടർക്ക് ദാരുണാന്ത്യം. കരാർ അടിസ്ഥാനത്തിൽ ജോലിയിൽ പ്രവേശിച്ച ഡോക്ടർ സമീഷ റെഡ്ഡിയാണ് കൊല്ലപ്പെട്ടത്. വ്യാഴാഴ്ച രാത്രി 11:30 കൂട്ടിനുള്ളിൽ വെച്ചാണ് ആക്രമണം ഉണ്ടായത്. ഗർഭിണിയായിരുന്ന ഹിപ്പോപ്പൊട്ടാമസിനെ കൂട്ടിലേക്ക് കയറി പരിശോധിക്കുന്നതിനിടെ ഡോക്ടറെ ആക്രമിക്കുകയായിരുന്നു. രാജ്യത്ത് പ്രീമിയർ പെട്രോൾ വില വർധന. ലിറ്ററിന് 2.09 മുതൽ 2.35 രൂപ വരെയാണ് വിവിധ എണ്ണ കമ്പനികൾ വർദ്ധിപ്പിച്ചത്. വെള്ളിയാഴ്ച മുതൽ പുതിയ വില നിലവിൽ വന്നു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് വില ഉയർന്നത്. അതേസമയം സാധാരണ പെട്രോളിന്റെ വിലയിൽ മാറ്റമില്ല. കാനഡയിൽ പ്രവേശിക്കാൻ അനുമതിയില്ലാത്ത വിമാനത്തെ അബദ്ധത്തിൽ അങ്ങോട്ടേക്ക് അയച്ച് എയർ ഇന്ത്യ. ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ട് 4 മണിക്കൂറിലധികം പറന്ന് ചൈനീസ് വ്യോമാതിർത്തിയിലെ കുൻമിങ്ങിനടുത്തെത്തിയപ്പോഴാണ് അക്കിടി പറ്റിയെന്ന് തിരിച്ചറിഞ്ഞത്. ഉടൻ വിമാനം ഡൽഹിയിലേക്ക് U-ടേൺ അടിക്കാൻ നിർദ്ദേശം നൽകി. തുടർന്ന് തിരികെ പറന്ന് ഡൽഹിയിൽ ലാൻഡ് ചെയ്തു. അങ്ങോട്ടും ഇങ്ങോട്ടുമായി പറന്നത് 9 മണിക്കൂറോളം. പശ്ചിമേഷ്യയിൽ യുദ്ധം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫയുമായി ടെലിഫോണിൽ ചർച്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾക്കും ജനങ്ങൾക്കും നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളെ പ്രധാനമന്ത്രി ശക്തമായി അപലപിച്ചു. ബഹ്റൈൻ രാജാവുമായി നടത്തിയത് അതീവ ഫലപ്രദമായ ചർച്ചയാണെന്ന് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യം ആഗോളതലത്തിൽ ഭക്ഷണം, ഇന്ധനം, വളം എന്നിവയുടെ സുരക്ഷയെ ദോഷകരമായി ബാധിക്കുന്നതിനെക്കുറിച്ച് ഇരു നേതാക്കളും ആശങ്ക പ്രകടിപ്പിച്ചു. അന്താരാഷ്ട്ര കപ്പൽ ഗതാഗത പാതകൾ സുരക്ഷിതമായി നിലനിർത്തേണ്ടതിന്റെയും നാവിക സ്വാതന്ത്ര്യം ഉറപ്പാക്കേണ്ടതിന്റെയും പ്രാധാന്യം പ്രധാനമന്ത്രി ചർച്ചയിൽ ആവർത്തിച്ചു. ശനിയാഴ്ച പുലർച്ചെ ഡൽഹിയിലും പരിസര പ്രദേശങ്ങളിലും കനത്ത മഴയും 6 വർഷത്തിനിടയിലെ ഏറ്റവും തണുപ്പുള്ള മാർച്ചിലെ ദിനവും ആയതിനു തൊട്ടു പിന്നാലെ ഡൽഹിയിൽ കനത്ത മൂടൽമഞ്ഞും മേഘാവൃതമായ ആകാശവും രൂപപ്പെട്ടു. രാവിലെ 7:20 വരെ ഡൽഹിയിലെ സഫ്ദർജംഗ് നിരീക്ഷണ നിലയത്തിൽ താപനില 14 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. അതേസമയം ഈർപ്പം 100% മൂടൽമഞ്ഞുള്ള അവസ്ഥയും ഉണ്ടായിരുന്നു. ശനിയാഴ്ച ഡൽഹി NCRനായി IMD കാലാവസ്ഥാ മുന്നറിയിപ്പുകളൊന്നും നൽകിയിരുന്നില്ല. വെള്ളിയാഴ്ച മാലിദ്വീപിൽ സ്പീഡ് ബോട്ട് മറിഞ്ഞ് റെയ്മണ്ട് ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം സിംഘാനിക്ക് പരിക്കേറ്റു. സിംഘാനിക്ക് ചെറിയ പരിക്കുകളെ ഉണ്ടായുള്ളൂ എന്നും അദ്ദേഹം മുംബൈയിൽ തിരിച്ചെത്തിയെന്നും അദ്ദേഹത്തിന്റെ വക്താവ് പറഞ്ഞു. വാവു അറ്റോളിലെ പി ഫെലിദു ദ്വീപിന് സമീപം വെള്ളിയാഴ്ച പുലർച്ചെ 1:15 പ്രാദേശിക സമയം സ്പീഡ് ബോട്ട് മറിഞ്ഞപ്പോൾ 5 ഇന്ത്യക്കാർ ഉൾപ്പെടെ 7 വിനോദസഞ്ചാരികൾ അതിൽ ഉണ്ടായിരുന്നുവെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മാലിദ്വീപിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പ്രകാരം സ്പീഡ് ബോട്ടിൽ UK-യിൽ നിന്നും റഷ്യയിൽ നിന്നുമുള്ള 2 സ്ത്രീകളും 5 ഇന്ത്യൻ പുരുഷന്മാരും ഉണ്ടായിരുന്നു. ബോട്ട് മറിഞ്ഞതിനെ തുടർന്ന് ഒരു റഷ്യൻ സ്ത്രീയും 4 ഇന്ത്യൻ പുരുഷന്മാരും ഉൾപ്പെടെ 5 പേർ കടലിലേക്ക് ഒഴുകിപ്പോയതായി പോലീസ് പറഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം തുടരുന്നതിനിടെ പ്രദേശത്ത് അധികൃതർ തെരച്ചിലും ആരംഭിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ മസൂദ് അസറിന്റെ നില അതീവ ഗുരുതരമെന്ന് റിപ്പോർട്ട്. മസൂദിന്റെ 21 മിനിറ്റ് നീണ്ട ഈദ് സന്ദേശം പുറത്തു വന്നതിന് പിന്നാലെയാണ് അസർ രോഗബാധിതനാണെന്ന വിലയിരുത്തൽ വന്നത്. അസറിന്റെ ആരോഗ്യനില വഷളായിക്കൊണ്ടിരിക്കുകയാണെന്നും ചികിത്സ തേടുകയാണെന്നും ഇന്റലിജൻസ് വൃത്തങ്ങൾ വെളിപ്പെടുത്തി. ഓഡിയോ സന്ദേശത്തിൽ മസൂദ് അസർ വളരെ ബുദ്ധിമുട്ടിയാണ് സംസാരിക്കുന്നത്. എന്നാൽ അസറിന്റെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള പാക് അധികൃതർ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. മസൂദ് അസർ അതീവ ഗുരുതരാവസ്ഥയിലായതിനാൽ ഇളയ സഹോദരൻ
അബ്ദുൾ റൌഫ് അസർ നേതൃത്വത്തിലേക്ക് വരുമെന്നാണ് സൂചനകൾ. എന്നാൽ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മസൂദ് അസറിന്റെ തന്ത്രപരമായ നീക്കമാണിതെന്നും ചില വിലയിരുത്തലുകളുണ്ട്. ഇറാനെതിരായ യുദ്ധത്തിൽ അമേരിക്ക തങ്ങളുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് വളരെ അടുത്താണെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. സൈനിക നടപടികൾ അവസാനിപ്പിക്കാനുള്ള സാധ്യതയും സൂചിപ്പിച്ചു. അതേസമയം ഹോർമുസ് കടലെടുക്ക് സുരക്ഷിതമാക്കുന്നതിനുള്ള ഉത്തരവാദിത്തം മറ്റു രാജ്യങ്ങൾ ഏറ്റെടുക്കണമെന്നും ആവശ്യപ്പെട്ടു. വെള്ളിയാഴ്ച ട്രൂത്ത് സോഷ്യലിലെ ഒരു പോസ്റ്റിൽ ഇറാനെതിരായ പ്രധാന സൈനിക നേട്ടങ്ങൾ എന്ന് വിശേഷിപ്പിച്ച കാര്യങ്ങൾ ട്രംപ് വിശദീകരിച്ചു. ഇറാന്റെ തീവ്രവാദ ഭരണകൂടവുമായി ബന്ധപ്പെട്ട മിഡിൽ ഈസ്റ്റിൽ ഞങ്ങളുടെ വലിയ സൈനിക ശ്രമങ്ങൾ അവസാനിപ്പിക്കാൻ ഞങ്ങൾ പരിഗണിക്കുമ്പോൾ ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ഞങ്ങൾ വളരെ അടുത്താണെന്ന് അദ്ദേഹം എഴുതി. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.